ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. അറിവു നിജസ്ഥിതി ഇങ്ങറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനെ മറിയും അവസ്ഥയിലേറി മാറി വട്ടം തിരിയും അലാത സമം തിരഞ്ഞിടുന്നു. പരമകാരണമായ ബ്രഹ്മത്തെയാണ് അറിവ് എന്ന പദം കൊണ്ട് ഗുരു ഉപദേശിക്കുന്നത്. ബ്രഹ്മം അറിവാണ്, അതാണ് വേദം. വേദം എന്ന പദത്തിനും അറിവ് എന്ന് തന്നെയാണ് അർത്ഥം. ഈ അറിവ് എല്ലാത്തിലും ഉപരിയാണെന്ന് നമുക്കറിയാം. അറിവിന് അഥവാ ബ്രഹ്മത്തിന് രണ്ട് സവിശേഷതകളുണ്ട്. അത് ഒരേ സമയം നിശ്ചലവുമാണ്, ചലനാത്മകവുമാണ്. നിജസ്ഥിതിയിലായിരിക്കുമ്പോൾ അറിവ് നിശ്ചലമാണ്. അതേ അറിവ് തന്നെയാണ് സൃഷ്ടി പ്രക്രിയ നടത്തുന്നതും. ഈ പ്രക്രിയയിലൂടെ സൃഷ്ടമായ എല്ലാത്തിലും അറിവ് കുടികൊള്ളുന്നുണ്ട്. സൃഷ്ടമായ എല്ലാം ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും ചലനാത്മകമാണ്. ഈ ചലനാത്മകതയ്ക്ക് കാരണം അതിലിരിക്കുന്ന ചലനാത്മകമായ അറിവ് തന്നെയാണ്. ആ അറിവ് അതിലില്ല എങ്കിൽ ആ നിമിഷം ഇതെല്ലാം നിശ്ചലമാകും. ധരം മുതലായ എല്ലാത്തിലും അവയുടെ ധർമ്മങ്ങളെ അറിവ് സ്വയം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഗതിയും താളവും എല്ലാം അറിവിൽ നിന്നാണ്. എന്നാൽ സൃഷ്ടിജാലങ്ങൾക്ക് ഈ ധർമ്മിയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവ ധർമ്മത്തെയാണ് സത്യമായി കാണുന്നത്. ഇതൊരു മായ വീക്ഷണമാണ്. ഒരു ഉദാഹരണത്തിലൂടെ ഗുരു ഇത് വ്യക്തമാക്കുന്നു. ഒരാൾ ഒരു തീക്കൊള്ളി അല്ലെങ്കിൽ തീപ്പന്തം വായുവിൽ വൃത്താകൃതിയിൽ ചുഴറ്റിക്കൊണ്ടിരിക്കുന്നത് നോക്കുന്ന നമുക്ക് തോന്നും ഒരു വൃത്തം മുഴുവനും തീയുണ്ട് എന്ന്. കൃത്യമായ വൃത്തത്തിൽ നാം അഗ്നിയെ കാണുന്നു. യഥാർത്ഥത്തിൽ ഈ വൃത്തത്തിൽ മുഴുവനും തീയുണ്ടോ? ഇല്ല. അത് ഒരു തീക്കൊള്ളിയുടെ അഗ്രഭാഗത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കൺകലിടമായ കാഴ്ചാവൃത്തത്തിൽ മുഴുവനും തീ കാണുന്നു. അയാൾ ചുഴറ്റിൽ നിർത്തിയാൽ നമുക്ക് മനസ്സിലാകും അയാളുടെ കയ്യിലുള്ള കൊള്ളിയിൽ മാത്രമേ തീയുള്ളൂ എന്ന്. അപ്പോൾ വൃത്തത്തിൽ നാം തീ കണ്ടതോ? അത് കാഴ്ചയുടെ മായാജാലമായിരുന്നു, യഥാർത്ഥത്തിൽ ഉള്ളതല്ല. ഇതുപോലെയാണ് നാം പ്രപഞ്ചത്തെ കാണുന്നത്. ചലനാത്മകമായ പ്രപഞ്ചത്തിൽ നാം ഉൾപ്പെടെയുള്ള എല്ലാ ധർമ്മങ്ങളെയും നാം സത്യമായി കരുതുന്നു. ഈ ചലനാത്മകതയ്ക്ക് പിറകിലുള്ള നിശ്ചലതത്വമായ അറിവിനെ, ബ്രഹ്മത്തെ അറിയുന്നുമില്ല. അതിനാൽ സാക്ഷാത്കരിക്കുന്നുമില്ല. എങ്കിലും എപ്പോഴും ഒരു അപൂർണത നമുക്കുള്ളിൽ നാം അനുഭവിച്ചറിയുന്നുണ്ട്. ഇനിയും എത്തിച്ചേർന്നിട്ടില്ലാത്ത ഒരിടത്തെക്കുറിച്ചുള്ള അവ്യക്ത ബോധം. അതാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും അന്വേഷണങ്ങളുടെയും കാരണം. ആ നിജസ്ഥിതി സാക്ഷാത്കരിച്ചാൽ പിന്നീട് നാം മായക്കാഴ്ചകളിൽപ്പെട്ട് പോകുകയും ഇല്ല.